ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ISLന്റെ ഭാവിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സുപ്രധാന യോഗം ഇന്നലെ അവസാനിച്ചിരുന്നു. എല്ലാ ക്ലബ്ബുകളും പങ്കെടുത്തിരുന്നു. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രതിനിധികളും അതുപോലെ തന്നെ FSDLന്റെ പ്രതിനിധികളും പങ്കെടുത്തിരുന്നു. ഇതിനുശേഷം ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് കല്യാൺ ചൗബെ പറഞ്ഞിരുന്നു. ഏതായാലും ഇതേക്കുറിച്ചുള്ള ഒരു ലേഖനം മാർക്കസ് മെർഗുലാവോ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഷോർട്ട് ടേം കോൺട്രാക്റ്റിന് ഇപ്പോൾ ISL ക്ലബ്ബുകൾ റെഡിയാണ് എന്നാണ് മാർക്കസ് മെർഗുലാവോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ 2010 മുതൽ 15 വർഷത്തേക്കുള്ള ഒരു കരാറിലായിരുന്നു FSDL ഒപ്പുവെച്ചിരുന്നത്. ആ കരാർ വരുന്ന ഡിസംബറോടുകൂടി അവസാനിക്കുകയാണ്. അത് താൽക്കാലികമായി കൊണ്ട് ഒന്ന് പുതുക്കിയാൽ മതി എന്ന നിലപാട് ക്ലബ്ബുകൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. അതായത് FSDL ഒരു വർഷത്തേക്ക് താൽക്കാലികമായി കൊണ്ട് പുതുക്കുക, എന്നിട്ട് വരുന്ന ISL സീസൺ നടത്തുക, അതിനുശേഷം ലോങ് ടേം ഡീലിനെ കുറിച്ച് ചർച്ചകൾ ചെയ്യുക. ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ISL ക്ലബ്ബുകൾക്ക് സമ്മതമാണ്. അങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള ഒരു കാര്യം ISL ക്ലബ്ബുകൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ചെറിയ കാലയളവിലേക്ക് അതല്ലെങ്കിൽ ഒരു വർഷത്തേക്കൊക്കെ FSDL ഈ ഒരു കോൺട്രാക്ട് താൽക്കാലികമായി കൊണ്ട് പുതുക്കുമോ എന്നുള്ളത് വ്യക്തമായിട്ടില്ല. ഇനി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റായ കല്യാൺ ചൗബെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ISL നടക്കും എന്നല്ല. അതായത് ഇന്ത്യയിലെ ടോപ്പ് ടയർ ലീഗ് നടക്കും, അഥവാ ഫസ്റ്റ് ഡിവിഷൻ ലീഗ് നടക്കും എന്നുള്ളതാണ്. ISLന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളത് മാർക്കസ് മെർഗുലാവോ പ്രത്യേകം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. FSDL കോൺട്രാക്ട് പുതുക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. FSDL കോൺട്രാക്ട് പുതുക്കിയിട്ടില്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഫസ്റ്റ് ഡിവിഷൻ ലീഗ് അതല്ലെങ്കിൽ ഒരു ടോപ്പ് ടയർ ലീഗ് നടപ്പിലാക്കാനാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് കല്യാൺ ചൗബെയുടെ ഈ ഒരു വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ISL നടക്കും എന്നുള്ളത് ഉറപ്പിച്ചു പറയാൻ കഴിഞ്ഞിട്ടില്ല. കല്യാൺ ചൗബെ പറഞ്ഞത് ഇന്ത്യയിലെ ഫസ്റ്റ് ഡിവിഷൻ ലീഗ് എന്തായാലും നടക്കും എന്നുള്ളതാണ്. ഏതായാലും ഇനിയിപ്പോൾ സൂപ്പർ കപ്പാണ് നടക്കുക. സൂപ്പർ കപ്പിൽ പങ്കെടുക്കണമെങ്കിൽ ISLന്റെ കാര്യത്തിൽ ഒരു വ്യക്തമായ വിവരം തങ്ങൾക്ക് ലഭിക്കണം എന്നാണ് ഇപ്പോൾ ക്ലബ്ബുകൾ നിലപാടായിക്കൊണ്ട് അറിയിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.